ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്ന ഒന്നാണ്. ഇതൊരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നത് നോക്കുന്ന ഒരു എനർജിയാണ്. ആ വ്യക്തിയുടെ പേര് മനസ്സിൽ ചിന്തിക്കുക, എന്നിട്ട് വേണം നിങ്ങൾ റീഡിങ് കാണാനായിട്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസണേറ്റ് ആകും. നമുക്ക് നോക്കാം എന്താണ് വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആ മനസ്സിൽ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ബോട്ടം ഓഫ് ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്പാണ്. അതായത് ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് മജീഷ്യനാണ്. അപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അടുത്ത് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് പെൻഡക്കിളാണ്. അതായത് ഫിനാൻഷ്യലി ഉള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടും എല്ലാം ആ വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. ഫാമിലി പരമായിട്ടും എല്ലാം നല്ലതാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ ആ വ്യക്തി കാണുന്നത് ക്യൂൻ എന്നുള്ള എനർജി തന്നെയാണ്. നിങ്ങൾ എല്ലാം കൊണ്ടും നല്ലതായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ആ വ്യക്തിയുടെ സോൾമേറ്റ് ആണ് എന്നൊക്കെ, ആ വ്യക്തിയുടെ ഡിസൈഡ് ആയിട്ടുള്ള പാർട്ട്ണറാണ് എന്നൊക്കെ കാണുന്ന ഒരു എനർജിയാണ്. പക്ഷേ ആ ആൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടും ക്യൂനാണ്. അപ്പോൾ നിങ്ങളെ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യൂനാണ്. പക്ഷെ നമ്മൾ ചോദിച്ചത് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഈ കാണുന്ന ഒരു കാറ്റ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കാറ്റ്, അതായത് ആളിൻ്റെ മനസ്സിനകത്തുള്ള കാര്യം ഹൈഡ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ആരെങ്കിലും ആൾക്കെതിരെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതിൽ ആ വ്യക്തിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റാതെ ആ വ്യക്തിയുടെ കയ്യിലല്ലാതെ തന്നെ അത് ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുവാണ്. പറയാൻ പറ്റുന്നില്ല. മാനസികമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയണം എന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണെന്നോ, നിങ്ങളെ വിഷ് ചെയ്യുവാണ്, നിങ്ങളെ ലൈഫിലേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നോ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പി ഫാമിലി ആകണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആ വ്യക്തി പറയാതിരിക്കുന്നത് എന്തൊക്കെയോ ആ വ്യക്തിയിൽ തേർഡ് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തോ ആ വ്യക്തിയെ എഫക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ വ്യക്തിക്ക് അത് മുന്നോട്ട് സ്വന്തമായിട്ടല്ല, സ്വന്തം മനസാക്ഷിക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ക്ലൈം ചെയ്യുക, യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിവൈൻ.